ഇന്നത്തെ കളിയൊക്കെ കണ്ടു. ഇവിടെ തീപ്പാറ് കോച്ച് കിട്ടിയ മക്കളാണ് കളിക്കുന്നത്. സോയിയുടെ കോച്ച് കിട്ടിയ മക്ക അങ്ങനെ ആക്കാൻ മുളാണി ചോറും പഠിച്ചു മന കളിക്കുന്നത്. കളിച്ചോണം കലക്കിന്റെ ഇവിടെ അകത്തി. ഇന്നത്തെ കളി തീപ്പാറയുടെ ഉറപ്പ് ചാമ്പ്യൻസ്. വാശിയേറിയ ഫൈനൽ മത്സരമാണ്. അകത്തി അതിൽ യാതൊരു സംശയമില്ല. കളി എങ്ങനെയുണ്ട്? സബീർ സാർ എങ്ങനെ ടെൻഷനിലാണോ? ഒരു ടെൻഷനില്ല, കുട്ടികൾ ജയിക്കും. നോക്കൂ, കളി നോക്ക്. എങ്ങനെയുണ്ട് കളി? കളി രണ്ട് ടീമും ഒരേപോലെയാണ് പോകുന്നത്. ആർക്കും ജയിക്കാം. എങ്ങനെയുണ്ട് കളി? നല്ല പെർഫോമൻസ്. കളി നല്ല കിട്ടില്ല. കളി ആർക്കാണ് ജയസാധ്യത? അകത്തി കളി എങ്ങനെയുണ്ട്? എന്തായാലും ജയിക്കും. എന്തായാലും ജയിക്കും. അപ്പം കൊണ്ടുവിടുന്ന പോകേണ്ടത് കളി നല്ല എ ക്ലാസ് കളിയാണ് കളിച്ചോളുള്ളത്. അപ്പൊ സപ്പോർട്ട് എല്ലാവരും കൊടുക്കണം. കൂടുതൽ നല്ല വാശിയിലാണ് കളി പോകുന്നത്. സ്കോർ നോക്കുമ്പോൾ തന്നെ കാണാം. ഡിസൈഡിങ് സെറ്റിൽ 13-12 ആന്ധ്രോത്തിലും അകത്തിയും. ആന്ധ്രോത്ത് എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. വോളിബോൾ എന്ന് പറയുന്ന അടക്കിവാണ് ഇരിക്കുന്ന ഒരു സാമ്രാജ്യം പോലെ അവർ കെട്ടിപ്പടുത്ത സ്ഥലമാണ്. പക്ഷെ അകത്തി തിരിച്ചുവരവ്, ഒന്നൊന്നര തിരിച്ചുവരവാണ് ഇപ്പൊ നടത്തുന്നത്. അവരുടെ കോർട്ടിലാണ് പന്ത്. ഇനി വെറും 2 പോയിന്റാണ് അകത്തിയിലേക്ക് ഈ ഒരു കിരീടത്തിന് വേണ്ടത്. 14 അവസാനം. കളി വളരെ ആവേശത്തിലാണ്. അവസാന പോയിന്റിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. എങ്ങനെയുണ്ട് കളി? സൂപ്പർ. അകത്തിക്കാരക്കാണ് കളിയുള്ളത്. ചിലപ്പോ ചാൻസ് അന്തരോ കൊണ്ടുപോകും. കളി എങ്ങനെയുണ്ട്? അതിവാശിയേറിയ അതിമനോഹരമായ കളിയാണ് കളത്തിൽ നടക്കുന്നത്. അണ്ടർ 17 ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഏഷ്യയിൽ വെച്ച ഏറ്റവും ഗംഭീരമായ സെമിഫൈനലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ആവേശത്തിലാണ് കാണികൾ വന്നമുള്ളത്. താങ്ക് യു. മനോഹരമായ മത്സരമായിരുന്നു. അപ്പോ ഇന്നത്തെ വളരെ വാശിയേറിയ അന്ത്രോ അകത്തി മത്സരം നിയന്ത്രിച്ച റഫറീസാണ് നമ്മുടെ കൂടെ ഉള്ളത്. എങ്ങനെയുണ്ടായിരുന്നു ഈ കളി നിയന്ത്രിക്കുന്നത്? കളി നിയന്ത്രിക്കാന്ന് വെച്ചാൽ നല്ല കുഴപ്പമില്ല, നല്ല കളിയായിരുന്നു രണ്ട് ടീം. പക്ഷേ അകത്തി ഞാൻ വിചാരിച്ച സ്ട്രൈറ്റ് അടിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അന്ത്രോ നല്ല കളി കളിച്ചു. ഒരു സെറ്റ് അവരെടുത്തു, അകത്തി വീണ്ടും ഒരു സെറ്റ് എടുത്തു. ഡിസൈഡിങ് സെറ്റ് ഇപ്പോൾ ആര് എടുക്കുമെന്ന് നമുക്കറിയത്തില്ല. അത് അകത്തിയാണ് കൂടുതലും സ്കോർ ചെയ്തത്. അക്ബർ സാർ, അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ല മാച്ചായിരുന്നു. രണ്ട് ടീമും ഒപ്പത്തിനൊപ്പം നല്ല ടീമായിരുന്നു. പക്ഷേ കമ്പാരറ്റീവ്ലി അകത്തി നല്ല പ്ലേയേഴ്സ് ആണ്. കഴിഞ്ഞ വർഷം കളിച്ച പ്ലേയേഴ്സ് തന്നെയാണ്. കുറച്ചുകൂടി നന്നായിട്ട് കളിക്കാമായിരുന്നു. കുറച്ച് അറ്റാക്കിംഗ് സ്റ്റൈലൊക്കെ കൂട്ടാമായിരുന്നു. പ്രഷർ കാരണം ആണെന്ന് തോന്നുന്നു കുറച്ച് ഡൗൺ ആയി കളിച്ചത്. കുറച്ച് അറ്റാക്കിംഗ് ഗെയിം അവർക്ക് ചെയ്യാമായിരുന്നു. നല്ല ടീമാണ് അവർ. എനിക്ക് തോന്നുന്നു കളി സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ വോളിബോൾ കോർട്ടിൽ ഇത്തരം വാശിയേറിയ ഒരു മത്സരം നടന്നിട്ടില്ല അല്ലേ? ഇല്ല, ഇതുവരെ കളിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല മാച്ചായിരുന്നു അകത്തി വേഴ്സസ്. എന്താണ് പറയാനുള്ളത്? ഒരു രക്ഷയില്ല. അക്ഷരാർത്ഥത്തിൽ ഒരു ഫൈനൽ എന്താണെന്നുള്ളത് നമ്മൾ ഇപ്പോഴാണ് കണ്ടത്. ഭയങ്കര ആവേശം നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഫൈനലിന്റെ ആവേശം മൊത്തത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് കിൽത്താൻ LSG ക്ലൈമാക്സിലേക്ക് അടുക്കും തോറും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് പോവാണ്. ഒരു സിനിമ പോലെയാണ് സത്യം പറഞ്ഞാൽ കിൽത്താൻ LSG എനിക്ക് മൊത്തത്തിൽ ഫീൽ ചെയ്യുന്നത്. ചെറുതായിട്ട് കളിക്കണം. കളിച്ചല്ല അണ്ണേ. ശരിക്കും കളിച്ചാൽ സ്കോർ തന്നെ ഇവിടെ കിട്ടുക. അന്ത്രോത്ത് വരക്ക് ശരിക്കും കളിച്ചല്ലേ. കളിച്ചാൽ കൂർട്ട് കലങ്ങുവാനത് ഇവിടെ. ഇത് ആകത്തിയാണ്. അണ്ടർ 17 ചാമ്പ്യൻസ് ആണ്. കഴിഞ്ഞ കൊല്ലത്തെ ചാമ്പ്യൻസ് ആണ്. എഗൈൻ വീണ്ടും. അപ്പൊ മക്കളെ എങ്ങനെ പ്ലാൻ ചെയ്തേ? അത് 17 കോച്ച് കോട്ടാമ്പള്ളിക്കുള്ള കപ്പന് ചെന്നച്ചും വന്നത്. ഞങ്ങളെ സോറ കോട്ടമ്പള്ളി അന്ത്രോത്ത് വരെ വേണം.
മറ്റവൻ അടിച്ചല്ലേ അന്ത്രോത്ത് തോപ്പിച്ചിങ്ങ കപ്പാനെ മുന്നിലെ കൊണ്ടുവരാൻ ഓക്കെ കഴിഞ്ഞ പോലെ ഇതുപോലെയല്ലേ കഴിഞ്ഞ പോലെ അങ്ങനെ എടുത്ത് കാട്ടി കൊടുത്തത് ഇക്കൊല്ലം സോറിന് വേണ്ടി അങ്ങ് കപ്പ് കൊണ്ടുവേണ്ട സോർ ചെല്ലിയ പോലെ അങ്ങ് ജയിച്ച സോറിന്റെ മക്ക ജയിച്ച കപ്പ് കൊണ്ടുവേണ്ട അധ്വാനത്തിന്റെ ഫലം തന്നെയാണ് ഇത്രയും നാളും അധ്വാനത്തിന്റെ ഫലം തന്നെയാണ്. അപ്പൊ നോക്കൂ, അണ്ടർ-17 ആന്ത്രോ അടിപൊളി കളി കാഴ്ചവെച്ചു. അതിനെ കവച്ചു വെച്ചിട്ടാണ് അഗത്തി മുന്നേറിയിരിക്കുന്നത്. ഫസ്റ്റ് സെറ്റ് നല്ല കിടിലം കാഴ്ചെടുത്ത് സെക്കൻഡ് സെറ്റ് ചിലത് ഒന്ന് പേടിച്ചു തന്നെ. പിന്നെ തേർഡ് സെറ്റ് നമുക്ക് ഒന്നുകൂടി ഉഷാറാക്കി നമുക്ക് മാസ് കയറ്റി തന്നെ. അങ്ങ് ഇവിടെ കഴിഞ്ഞ വർഷം ചരിത്രം എഴുതിയ അത് ആവർത്തിച്ചിട്ട് ഇൻഷാ അല്ലാ അടുത്ത വർഷം അങ്ങ് നല്ല ടീമുമായിട്ട് വരും. എടുത്തിരിക്കും ഹാട്രിക് എടുത്തിരിക്കും. വോളിബോൾ കുത്താന ആന്ധ്രത്തിന് ആയതുകൊണ്ടല്ലേ അതാണ് തീർത്തില്ല ഇവിടെ. ഇൻഷാ അല്ലാ വരും ദിവസങ്ങളിൽ ഇന്റർലാൻഡ് വരെ അകത്തി തൂക്കിയിരിക്കും. ഇൻഷാല്ലാ അണ്ടർ-19 വോളിബോൾ ഇതുപോലെ പ്രതീക്ഷ തന്നെ പന്നെ അതും അങ്ങ് തൂക്കാതെ ഇവിടെ പോവാ. വേണ്ട വേണ്ട കപ്പുകൾ വേണ്ട വോളിബോൾ വേണ്ട വേണ്ട കപ്പുകൾ വേണ്ട വോളിബോൾ വേണ്ട മുട്ടണ്ട ഭാഗത്ത് മക്കളെ മുട്ടാൻ വരണ്ട മോനെ.